ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കുഴിമന്തി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി ആലിബാബ റൈസാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ്, അതായത് 250 ml 3 കപ്പ് അരിയാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. അത് നന്നായി വെള്ളം ഒഴിച്ച് കഴുകി അത് കുതിരാനായിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കണം. 1.25 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ച് എടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം, കോക്കനട്ട് ഓയിൽ ഒഴിക്കാൻ പാടില്ല. ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു കണ്ടീഷനിലാണ് കിട്ടുക. ഇനി ഇത് നമ്മുടെ ചിക്കനിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് പുരട്ടി വെക്കണം. നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 8 കപ്പ് വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി അടുത്തത് അതിലേക്ക് ഇടാൻ പോകുന്നത് മാഗി ക്യൂബ്സ് ആണ്. ഞാൻ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 2 ഉണ്ടാവും. ആ 2 ആ വെള്ളത്തിലേക്ക് നമ്മൾ പൊട്ടിച്ചിടുക. ഈ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട്. 2 ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ഇട്ടതിന് ശേഷം എനിക്ക് ഉപ്പ് ഇത്തിരി കുറവ് പോലെ തോന്നി. ഞാൻ അതുകൊണ്ട് 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഇടുമ്പോൾ നന്നായി കൈ വെച്ചിട്ട് പൊടിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ. ഇത് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം, വേഗം ഒന്ന് തിളച്ച് കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ ആവശ്യാനുസരണമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 8 ഏലക്ക നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ 10 കരയാമ്പൂ ചേർത്ത് കൊടുക്കുക. 4 കഷ്ണം പട്ട, സിനമൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം നല്ല കഴുകി നല്ല വൃത്തിയുള്ളതായിരിക്കണം ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്. ഇനി അടുത്തത് 1 ടീസ്പൂൺ കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക. 2 ബേ ലീഫ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് ഒരു ഡ്രൈഡ് ലെമൺ, അതായത് ഉണക്ക നാരങ്ങ, അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പാത്രത്തിൽ നമ്മൾ ഏകദേശം 8 കപ്പോളം 250 ml 8 കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വരണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കുതിരാനായിട്ട് അരമണിക്കൂർ നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കണം. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അത് ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വേവ് പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. അപ്പോഴേക്കും നമുക്കിവിടെ ചിക്കൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട്, അതായത് നമുക്ക് അരിയും കൂടിയും ഇതിനകത്ത് ഇടണം. അപ്പോൾ അതിനനുസരിച്ചുള്ള പാൻ വേണം എടുക്കാൻ. ആ പാനിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സബോള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ വെന്തോ നോക്കാം. അപ്പോൾ ഇവിടെ 80% വെന്തിട്ടുണ്ട്. പക്ഷേ റൈസ് കഴിച്ചപ്പോൾ ഇത്തിരി വേവ് കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചു. നമ്മുടെ ചിക്കനിൽ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി ആ ക്യാപ്സിക്കം സബോളയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ റൈസ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. പിന്നെ റൈസിൻ്റെ നമ്മുടെ ലിഡുമുള്ള ആ ഹോള് നമ്മളൊരു കരയാമ്പ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ക്ലൗ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനത്.
അപ്പോൾ ആവി പോവില്ല. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഊറ്റിക്കളയാനുള്ള വെള്ളം ഒന്നുമില്ല, അത്രയും നന്നായിട്ടാണ് വെന്ത് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ റൈസ് ഇനി ചിക്കൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ റൈസിൽ നമ്മൾ സോൾട്ട് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ സോൾട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ മാഗിയുടെ ക്യൂബ്സും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. രണ്ടിലും നല്ലോണം ഉപ്പുണ്ട്, 2 ക്യൂബിലും നല്ലോണം ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ക്യൂബ് ഇട്ടിട്ട് വെള്ളത്തിൽ ആ ഉപ്പ് കറക്റ്റായോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് പോരാന്നുണ്ടെങ്കിൽ ഒരു ക്യൂബും കൂടി ഇടുക, എന്നിട്ട് നോക്കുക ഉപ്പ് കറക്റ്റായോ എന്ന്. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇനി പിന്നെ 1 ടീസ്പൂൺ സാൾട്ട് ഇട്ട് നോക്കുക. അങ്ങനെ വേണം ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി 4 പച്ചമുളക് വെച്ച് കൊടുക്കുക. റൈസ് ഇടുക, 4 പച്ചമുളക് വെച്ച് കൊടുക്കുക, വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ഒന്ന് എടുത്ത് നോക്കാം. അത് എല്ലാ വശത്തു നിന്ന് എല്ലാം കൂടി ഇട്ട് ഇളക്കരുത്. സൈഡിൽ നിന്ന് ഒരു 3-4 സൈഡിൽ നിന്ന് മാത്രം ഒന്ന് എടുത്താൽ മതി. എല്ലാം കൂടി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ആ ഒരു മന്തിയുടെ ഒരു ലുക്ക് കിട്ടില്ല. അപ്പോൾ സൈഡിൽ നിന്ന് എടുത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുഴിമന്തി. ഇനി ഇതിലേക്ക് ഒരു ചമ്മന്തി പോലെ ഒരു ഇത് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 തക്കാളി, 2 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, 1 പച്ചമുളക് 2ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വിനീഗറും കൂടിയും ചേർത്ത് കൊടുക്കണം, അതായത് വിനാഗിരി. എന്നിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. വല്ലാണ്ട് പേസ്റ്റ് പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു ട്വിസ്റ്റ് കൊടുത്താൽ മതി മിക്സി. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് കുഴിമന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.